ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഡേയിലെ അവസാനത്തെ ഡേ കൂടിയാണ് കേട്ടോ. ഈ അവസാനത്തെ ഡേ ആയതുകൊണ്ട് ഇന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് നമുക്ക് ഉറക്കം തന്നെ ശരിയായിട്ടില്ല. അപ്പോൾ നാളെ പോകുമല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് ഉറക്കം റെഡി ആയില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്, അതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട് കേട്ടോ. അപ്പം ബെഡൊക്കെ കാലിയാണ്, എല്ലാവരും ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തർ വരുമായിരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ളൊരു ഡെലിവറി ഒക്കെ ആയിരുന്നു. നമ്മൾ കുഞ്ഞാപ്പി നല്ല ഉറക്കമാണ്. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും കുറേ സമയമായി. ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി സെറ്റാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ ഡെലിവറിയുടെ ഡേറ്റ് വന്നിട്ട് സെപ്റ്റംബർ 28-നായിരുന്നു. പക്ഷേ നമ്മൾ സെപ്റ്റംബർ 3-ാം തീയതി രാത്രി വന്ന് 3-ാം തീയതി രാത്രി എൻ്റെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്നായിരുന്നു, ഓടി വന്ന് പ്രസവിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സംഭവം കേട്ടോ. ഇവിടെയുള്ള സിസ്റ്റർമാരൊക്കെ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, എവിടെ ഓടി വന്ന് പ്രസവിച്ചാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പോലും വിചാരിക്കാതെ വളരെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പെയിൻ അധികമായിട്ട് പോകാമെന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തായാലും അൽഹംദുലില്ലാ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ബേബി ബോയ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് വന്നിട്ട് 2900. നമ്മളൊരു 9:52-നാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് വീട്ടിൽ പോവാം. അപ്പോൾ എന്താ പറയുക, ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ല എന്താ പറയുക, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ 2 ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മളെ നോക്കിക്കൊണ്ടിരുന്ന ആൾ നമ്മുടെ ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മറ്റേ ഡോക്ടറാണ് നോക്കിയത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ ചെറുതായിട്ടൊരു മസാല ദോശയൊക്കെ കഴിച്ചു കേട്ടോ. ചെറുതായിട്ടല്ല, ഒരു മസാല ദോശ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേറെ ഏരിയയാണ്. അപ്പോൾ ഉമ്മ അവിടെ പോയി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഉമ്മ പോയത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ അർഷാക്കും ഞാനും ഉമ്മ അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഡിസ്ചാർജ് ആയതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. ഇപ്പോൾ ഓണാവാനായപ്പം നല്ല മഴയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ്, വീട്ടിലെത്തിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു മാനസികാവസ്ഥ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ഉപ്പയാണ് വന്നത്. അർഷാക്കിന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ സൂചിയൊക്കെ വെച്ചിട്ട് പുതച്ച് മൂടി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ നമുക്കൊരു വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെന്താ പറയുക, അന്ന് അർഷാക്ക് പനിയൊക്കെ മാറിയിട്ടേ കുട്ടിയുടെ അടുത്തേക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് പോയിട്ട് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വ്ളോഗ് വരാൻ വൈകുന്നത്. അപ്പോൾ എല്ലാവരും മറന്നു പോയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ കമൻസൊക്കെ താഴെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ വേറൊരു നല്ല വ്ളോഗായിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ.